നമസ്കാരം. ഇനോർഗാനിക് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് രണ്ട് സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ്. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം 0.78% ഉയർന്ന് 38 രൂപ 55 പൈസയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 6000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 45.80, ഡിവിഡന്റ് ഈൽഡ് 0.26%. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഫ്ളാറ്റ് നെഗറ്റീവ് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. 52 വീക്ക് ഹൈ 57 രൂപ 25 പൈസ. ഇയർ ടിൽ ഡേറ്റിൽ സ്റ്റോക്ക് 28% കറക്റ്റ് ആവുകയും ചെയ്തു. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ് ഇക്കോ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട് എന്ന കമ്പനിയുടെ 13.39% സ്റ്റേക്ക് അക്വയർ ചെയ്തു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡും ഇക്കോ ഹോട്ടൽസും തമ്മിലുണ്ടായ ഷെയർ സ്വാപ്പ് എഗ്രിമെന്റ് പ്രകാരമാണ് ഇക്കോ ഹോട്ടൽസിന്റെ 40 ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് എന്ന കമ്പനി പിക്ക് ചെയ്തത്. കൂടാതെ വരും സമയങ്ങളിൽ ഈ രണ്ട് കമ്പനികളും യോജിച്ച് പ്രവർത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡിന്റെ ഓൺലൈൻ കൂടാതെ ടൂറിസം സർവീസ് പ്ലാറ്റ്ഫോമായ ഈസി മൈ ട്രിപ്പ് എന്ന പ്ലാറ്റ്ഫോം വഴി വരുന്ന കസ്റ്റമേഴ്സിന് എയർ ആൻഡ് നോൺ എയർ ബിസിനസ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ ഇക്കോ ഹോട്ടൽസ് എന്ന കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഹിസ്റ്റോറിക് ലോ വാല്യൂഷൻ അടുത്ത് ട്രേഡ് ചെയ്യുന്നു. കമ്പനിയുടെ വിലയും 52 വീക്ക് ലോയ്ക്ക് അടുത്താണ്. സ്റ്റോക്കിന്റെ 52 വീക്ക് ലോ 37 രൂപ. സ്റ്റോക്ക് 38 രൂപ 55 പൈസയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ROE 46.9, ROCE 54.6. സെയിൽസ് 100 കോടിയിൽ നിന്നും 120 കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ കമ്പനി ഉയർത്തിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് മാർജിൻ 33% നിന്നും 56% ഉയരുകയും നെറ്റ് പ്രോഫിറ്റ് 26 കോടിയിൽ നിന്നും 51 കോടിയിലേക്ക് മെച്ചപ്പെടുത്താനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 437 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 116 കോടി രൂപയുടെ കടമാണുള്ളത്. റീസെന്റ് പ്രൊമോട്ടേഴ്സ്, FIS, DIS എല്ലാവരും ഈ സ്റ്റോക്കിൽ സ്റ്റേക്ക് ഓഫ് ലോഡിംഗ് നടത്തിയെന്നുള്ളതും മറ്റൊരു പ്രധാന കൺസേൺ ആണ്. പ്രൊമോട്ടേഴ്സിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 71.30 നിന്നും 65.54% ഇടിഞ്ഞു. FISന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 2.5 നിന്നും 2.3% ഇടിയുകയും DISന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 2.5 നിന്നും 2.24% എത്തുകയും ചെയ്തു. ഇവിടെ പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 23.6 നിന്നും 29.7 ഉയരുകയും ചെയ്തു. ഈസി ട്രിപ്പ് പ്ലാനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 7 രൂപയാണ് പ്രധാന സപ്പോർട്ട്, 40 രൂപ പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. സ്റ്റോക്ക് അതിന്റെ 52 വീക്ക് ഹൈയിലേക്ക് ഉയരുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഉയർന്ന റിട്ടേൺ ഈസി മൈ ട്രിപ്പിൽ നിന്നും പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് സൊമാറ്റോ. സൊമാറ്റോ കഴിഞ്ഞ ദിവസം 0.43% ഉയർന്ന് 127 രൂപ 90 പൈസയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 1 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്ക് ഒരു മാസം കൊണ്ട് 12% റിട്ടേണും 6 മാസം കൊണ്ട് 71% റിട്ടേണും നൽകി. സൊമാറ്റോയുടെ 52 വീക്ക് ഹൈ 131 രൂപ 75 പൈസ. സ്റ്റോക്ക് 127 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സൊമാറ്റോ എന്ന കമ്പനി ഷിപ്പ് റോക്കറ്റ് എന്ന കമ്പനിയെ $2 ബില്യൺ അക്വയർ ചെയ്യുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഈ വാർത്തയെ കമ്പനിയുടെ CEO നിഷേധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെന്റം വന്നത്. ജെഫ്രീസ് പോലുള്ള പല ബ്രോക്കേജ് ഏജൻസികളും പറഞ്ഞത് ഷിപ്പ് റോക്കറ്റിനെ സൊമാറ്റോ അക്വയർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഇറലവന്റ് ആയിട്ടുള്ള അക്വിസിഷൻ ആയിരിക്കും. ഇറലവന്റ് ആയിട്ടുള്ള അക്വിസിഷനിൽ നിന്നും കമ്പനി പിൻവലിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാകാം സ്റ്റോക്കിൽ ബൈയിങ് മൊമെന്റം വന്നത്. ഷിപ്പ് റോക്കറ്റ് എന്ന കമ്പനി അപ്പാരൽ, ഇലക്ട്രോണിക്സ്, ബ്യൂട്ടി, പേഴ്സണൽ കെയർ, ഗ്രോസറി തുടങ്ങിയ പ്രൊഡക്റ്റുകൾ ഡയറക്റ്റ് കൺസ്യൂമറിലേക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഷിപ്പിംഗ് സെക്ടറിലെ ഒരു കമ്പനിയാണ്. $2 ബില്യൺ അക്വിസിഷൻ അല്ലെങ്കിൽ $2 ബില്യൺ അക്വയർ ചെയ്യും എന്ന വാർത്തയാണ് വന്നത്. ഇതും വളരെ വലിയ ഒരു ഡീല് തന്നെയാണ്. ഓവറോൾ ഈ ഡീലിൽ നിന്നും സൊമാറ്റോ എന്ന കമ്പനി ഏകദേശം പിൻവലിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആൾറെഡി ഷിപ്പ് റോക്കറ്റ് എന്ന കമ്പനിയിൽ സൊമാറ്റോയ്ക്ക് 5% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. കൂടാതെ സൊമാറ്റോയുടെ ബ്ലിങ്കിറ്റും ഇതിന് സമാനമായ ബിസിനസ് മോഡലാണ് ഫോളോ ചെയ്യുന്നത്. ക്വിക്ക് കൊമേഴ്സ് സെക്ടറിൽ കമ്പനി വരും സമയങ്ങളിൽ അഗ്രസീവ് എക്സ്പാൻഷന് ശ്രമിച്ചേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഡീലിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾക്കൊരിക്കലും പൂർണ്ണമായും തള്ളിക്കളയാനും സാധിക്കുകയില്ല. ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസി സൊമാറ്റോയ്ക്ക് ബൈ എന്ന റേറ്റിംഗും 165 രൂപയുടെ ടാർഗറ്റും നൽകി. ഇനി ജെഫ്രീസ് മാത്രമല്ല, CLSA എന്ന ബ്രോക്കേജ് ഏജൻസിയും സൊമാറ്റോയിൽ ബൈ എന്ന റേറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. CLSA കൺസ്യൂമർ സ്പേസ് സെഗ്മെന്റിൽ സൊമാറ്റോയെ ടോപ്പ് പിക്കായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ 10 മുതൽ 20 മിനിറ്റിനുള്ളിൽ ഡെലിവറി നൽകുന്ന സൊമാറ്റോ വരും സമയങ്ങളിൽ ടയർ 1 മെട്രോ സിറ്റികൾ കഴിഞ്ഞ് ടയർ 2 സിറ്റികളിലേക്കും അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുവഴി കമ്പനിയുടെ റവന്യൂവും അതുപോലെ തന്നെ എബിറ്റ മാർജിനിലും വർധനവുണ്ടാകും.
കൂടാതെ സൊമാറ്റോയുടെ ബ്ലിങ്കിറ്റ് സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ടിനേക്കാൾ ഉയർന്ന ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ ഡെലിവർ ചെയ്യുന്ന ഒരു ആപ്പാണ്. അതായത് സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ടിൽ 19% ഡിസ്കൗണ്ട് ലഭിക്കുമ്പോൾ സൊമാറ്റോയുടെ ബ്ലിങ്കിറ്റിൽ 23% ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ബ്ലിങ്കിറ്റിനുള്ള സ്വീകാര്യത കൂടുതലാണ്. സ്വീകാര്യത വർദ്ധിക്കുന്നതനുസരിച്ച് ഈ കൂടുതൽ കസ്റ്റമേഴ്സ് ഈ ആപ്പിലേക്ക് എത്താനും ഇതുവഴി സൊമാറ്റോയ്ക്ക് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനും സാധിക്കും. CLSIയും സൊമാറ്റോയ്ക്ക് ബൈ എന്ന റേറ്റിംഗും 168 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 131 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ ഏകദേശം സ്റ്റോക്കിൽ പൂർണ്ണമായി കഴിഞ്ഞു. ഇനി ഒരു നെക്ക് ലൈൻ ബ്രേക്കൗട്ടാണ് നമ്മൾ ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കേണ്ടത്. സക്സസ്ഫുൾ ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് 150, 160 തുടങ്ങിയ ലെവലുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതേസമയം അപ്സൈഡ് മൂവ്മെന്റ് കുറവാണെന്നുള്ളതും സ്റ്റോക്ക് ഏകദേശം റെസിസ്റ്റൻസ് സോണിന് അടുത്താണെന്നുള്ളതും കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്